അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റിയായി സാമ്പാർ ഉണ്ടാക്കി നോക്കിയാലോ. അപ്പോൾ സാമ്പാർ ഉണ്ടാക്കാൻ ആവശ്യമായ കഷ്ണങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്തെടുക്കട്ടെ. അങ്ങനെ പരിപ്പ് നല്ലോണം കഴുകിയാണ്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചങ്ങാണ്ട് വേവിച്ചെടുത്തു. ആ വേവിച്ചെടുത്ത പരിപ്പൊക്കെ നമ്മൾ നുറുക്കി വെച്ച കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് ചീരുള്ളി ഉണ്ടല്ലോ, ചെറിയ ഉള്ളി, അത് കുറച്ച് അധികം ഇട്ട് കൊടുത്തേക്കണം. അപ്പോൾ അതിൽ കുറച്ച് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പാകത്തിന് ഉപ്പും കല്ലുപ്പാണ് ഇട്ടെടുത്തത്. കുറച്ച് വെള്ളം ഒഴിച്ചങ്ങാണ്ട് നമുക്ക് ഒറ്റ വിസിലിന് വേവിച്ചെടുക്കുക. അത് വേണ നേരം കൊണ്ട് നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ടേക്കാം. നമുക്ക് ഇതൊക്കെ തക്കാളിയും വെണ്ടയ്ക്കും ചേർത്ത് കൊടുത്തിട്ടില്ല, അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ അത് കട്ട് ചെയ്ത് കൊടുത്ത് നമുക്ക് ചട്ടി അടുപ്പത്ത് വെച്ചു. ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് വെളിച്ചെണ്ണ ചൂടായപ്പോൾ കടുക്, ഉലുവ, നല്ല ജീരകം ഇതിട്ട് കൊടുത്തുകൊണ്ട് ഇത് പൊട്ടി വരുമ്പം വറ്റൽമുളക് കുറച്ചിട്ട് കൊടുക്കുക. പിന്നെ കറിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടയ്ക്കും തക്കാളിയും അതിട്ട് നല്ലോണം വഴറ്റി കൊടുക്കുക. ഇത് നല്ലോണം വഴറ്റി വന്നിട്ട് വേണം ഇതൊക്കെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 3 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അത് 1 സ്പൂണ്, പിന്നെ മെയിനായിട്ട് നമ്മൾ സാമ്പാർ പൗഡർ ഇട്ട് കൊടുക്കുക. അതിട്ടെടുത്തുകൊണ്ട് അതിൻ്റെ പച്ചമണം മാറോളം വഴറ്റി കൊടുത്തുകൊണ്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുക. അതിന് പുളിവെള്ളമൊക്കെ നല്ലോണം ഒഴിച്ചു കൊടുത്ത് പിന്നെ കുറച്ച് ഉപ്പിട്ട് കൊടുത്ത് അത് നല്ലോണം വെട്ടി തിളച്ച് വന്നിട്ട് നമുക്ക് വേവിച്ചെടുത്ത പച്ചക്കറിയൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ ഈ സാമ്പാർ ടേസ്റ്റ് കൂട്ടാൻ ഒരു ഐറ്റംസും കൂടി ഇതൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശർക്കരയാണ്, ഒരു ചെറിയൊരു പീസ് ശർക്കര, പിന്നെ കായപ്പൊടി. സാമ്പാർ പൊടിയിൽ കായ ഉണ്ടാവും, എന്നാലും കായപ്പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കണം. പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പച്ചക്കറിവേപ്പിൻ്റെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയ സാമ്പാർ റെഡി ആയിട്ടോ. അപ്പോൾ ഇങ്ങനെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണ്ടേ. അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക്